UDF നേതാക്കന്മാർ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിനെ കാണാൻ എത്തുന്നു. UDF നേതാക്കന്മാരെ കവർ ചെയ്യാൻ ഞാനും മുസ്തഫയും കൂടെ പ്രൈം മിനിസ്റ്ററുടെ വസതിയിലേക്ക് പോയി. പ്രൈം മിനിസ്റ്റർ വസതി ചെന്ന് അന്നത്തെ റിസപ്ഷനും വസതിയായിട്ട് ഏതാണ്ട് ഒരു 10 മീറ്ററിൻ്റെ ദൂരവും 10 മീറ്റർ അല്ല 15 മീറ്റർ കൂടുതൽ ദൂരമില്ല. അപ്പോൾ റിസപ്ഷനിൽ നിന്ന് ഇവരിറങ്ങിയപ്പം UDF നേതാക്കന്മാർ KM മാണി മുതൽ സകല നേതാക്കന്മാരും ഇറങ്ങിയ സമയത്ത് ഞാനും അവരോട് പറഞ്ഞു, അതൊരു റിക്വസ്റ്റ്, എല്ലാവരും ഒന്ന് തിരിഞ്ഞു നോക്ക്, ഞങ്ങളൊരു പടം എടുക്കട്ടെ എന്ന് പറഞ്ഞു. ഞാനും മുസ്തഫയും പടമെടുത്ത് തിരിഞ്ഞു. നേതാക്കന്മാരുടെ ഉള്ളിലേക്ക് പോയി. പക്ഷേ ഞങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാരണം പ്രൈം മിനിസ്റ്ററുടെ വീടിന് ലക്ഷ്യം വെച്ചാണ് നമ്മൾ പടമെടുത്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ പ്രൈം മിനിസ്റ്ററുടെ വീട് കാണാൻ മേലെങ്കിലും ആ റൂട്ടുകൾ അതിൽ കാണാം എന്ന് പറഞ്ഞിട്ട് ഉടനെ ഒരു ജിപ്സി വിളിച്ചു. ഞങ്ങളോട് പറഞ്ഞു ജിപ്സിയിൽ കയറി ഇരിക്കാൻ പറഞ്ഞു. അപ്പം എന്നെ സംബന്ധിക്കുന്ന ഞാൻ മാതൃഭൂമിയിൽ ആദ്യത്തെ ആളാണ്. ഞാൻ അന്തം വിട്ട് നിൽക്കുക. അപ്പം മുസ്തഫയുടെ കയ്യിൽ PAB കാർഡുണ്ട്. PAB കാർഡെന്ന് പറഞ്ഞാൽ ഇവിടെ സർക്കാർ തരുന്ന ഒരു അക്രഡിറ്റേഷൻ കാർഡാണ്. ആ കാർഡുണ്ടെങ്കിൽ പ്രൈം മിനിസ്റ്ററുടെ വീട്ടിലോ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭവനിലോ ഒക്കെ പോയി കവർ ചെയ്യാൻ പറ്റും. എന്നെ സംബന്ധിച്ച് ഞാനന്ന് എൻ്റെ കയ്യിൽ മാതൃഭൂമിയുടെ ഒരു കാർഡ് ഒഴിച്ച് വേറെ ഒന്നുമില്ല. മുസ്തഫയുടെ മനസ്സിലപ്പോൾ തോന്നി, അന്നത്തെ SPG ഉദ്യോഗസ്ഥനായിരുന്നു, മലയാളിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. അപ്പം അവിടെ നിന്ന ഓഫീസറോട് മുസ്തഫ പറഞ്ഞു, ഇന്നയാൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പടമെടുത്തത് എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹത്തിനകത്ത് മെസ്സേജ് പോയി. അദ്ദേഹം മലയാളിയായിരുന്നുകൊണ്ട് മാതൃഭൂമിയും മനോരമയെന്ന് പറഞ്ഞപ്പം പുള്ളി പറഞ്ഞു, ശരി കുഴപ്പമില്ല, ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ അറസ്റ്റിൽ നിന്ന് ഞങ്ങൾ ഊരിപ്പോകുന്നത്. അല്ലെങ്കിൽ ഞങ്ങളെ രണ്ടുപേരെ ഒരു പക്ഷേ തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോയി. കാരണം പ്രധാനമന്ത്രി വീടിൻ്റെ പടമാണ് നമ്മളെടുക്കുന്നത്. ഇതേ സന്ദർഭമാണ് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ പോയി വർഷങ്ങളോളം ഞങ്ങൾക്ക് ചിത്രമെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മൻമോഹൻ സിംഗിൻ്റെ ഫസ്റ്റ് ടൈം കഴിഞ്ഞ് സെക്കൻഡ് ടൈമിലേക്ക് കടന്നപ്പോൾ മുതലാണ് പ്രൈം മിനിസ്റ്റർ ഹൗസിൽ പടമെടുക്കാൻ നിരോധിച്ചത്. ദീപികയുടെ ഡൽഹിയിലെ ചാർജുള്ള വ്യക്തിയായിരുന്നു K. ഗോപാലകൃഷ്ണൻ. പിന്നീട് അദ്ദേഹം മാതൃഭൂമിയുടെ എഡിറ്ററായി. അദ്ദേഹം ദീപികയിലിരിക്കുമ്പം KR നാരായണൻ രാഷ്ട്രപതിയാകുകയാണ്. അപ്പോൾ KR നാരായണന് സമ്മാന പൊതികളും ദീപികയുടെ ചരിത്രങ്ങളും ഒക്കെ ആയിട്ട് ദീപികയുടെ എഡിറ്ററും മറ്റു പല ആൾക്കാരും കോട്ടയത്തു നിന്ന് ഡൽഹിയിലേക്ക് വന്നു. അപ്പം ഗോപാലകൃഷ്ണൻ സാർ എന്നെ വിളിച്ചു ചോദിച്ചു, ഉണ്ണി നമുക്കൊരു 10 സ്നാപ്പ് എടുത്തു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എടുത്തു തരാം സാർ, നമ്മൾ മാതൃഭൂമി കോൺട്രാക്റ്റാണ്, അതുകൊണ്ട് എടുത്തു തരാം സാർ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ KR നാരായണൻ്റെ ഒരു റോള് 36 ഫ്രെയിം ഞാൻ പടമെടുത്ത് ഒരു ഉപഹാരങ്ങൾ സമ്മാനിച്ചു. അവർ KR നാരായണനോട്ട് സംസാരിക്കുന്നു. അങ്ങനെയുള്ള വ്യത്യസ്തമായ കുറേ ചിത്രങ്ങൾ അത് ഞാൻ തിരിച്ച് ഓഫീസിലെത്തി ഫിലിം വാഷ് ചെയ്ത് പ്രിൻ്റ് അടിച്ച് ഞാൻ ദീപികയിൽ കൊണ്ട് ഗോപാലകൃഷ്ണൻ സാറിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ തിരിച്ചു പോന്നു. ഈ ഒരു കാലഘട്ടം ഈ ദീപികയുടെ ഈ മാതൃഭൂമി നിൽക്കുമ്പോഴും ഈ ദീപികയുടെ കാലഘട്ടവും ഞാൻ കുറേ മുതിർന്ന പത്രപ്രവർത്തകരായ ഷെണായി സാറ്, K. ഗോപാലകൃഷ്ണൻ, നരേന്ദ്രൻ സാറ്, മാധവൻകുട്ടി സാറ്, N. അശോകൻ എന്നിങ്ങനെ ജോർജ് വർഗീസ് സാറ്, അങ്ങനെ കുറേ പ്രമുഖരായ പത്രപ്രവർത്തകരുടെ ഇടയിലാണ് നമ്മൾ ഈ മാതൃഭൂമിയിൽ വരുന്ന കാലഘട്ടം മുതൽ ഇവരുടെയൊക്കെ ഇടയിലാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, നമ്മുടെ പത്രപ്രവർത്തനം. കാരണം അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. മുതിർന്നവരായ ഇവരിൽ നിന്നൊക്കെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാനും പല കാര്യങ്ങൾ കേൾക്കാനും പല കാര്യങ്ങൾ പറഞ്ഞു തരാനും അവരെക്കൊണ്ട് സാധിച്ചു. അത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചതുകൊണ്ട് നമ്മൾ നല്ല പത്രപ്രവർത്തകനായി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എന്നോട് നരേന്ദ്ര സാർ പറഞ്ഞു തന്നിട്ട്, നീ രാവിലെ വന്നാൽ ആദ്യം പത്രം വായിക്കണം. പത്രം വായിച്ച ആ പത്രത്തിൽ ഇന്നത്തെ സബ്ജക്റ്റ് എന്താണ്, അല്ലെ ഇന്നത്തെ രാഷ്ട്രീയം എന്താണ്, അത് മനസ്സിലാക്കിയിട്ട് വേണം നീ ഒരു ചിത്രം എടുക്കാൻ പോകണം. എങ്കിൽ മാത്രമേ നിനക്ക് ഒരു സ്നാപ്പിൽ നിനക്ക് ആ വാർത്താ പ്രാധാന്യമുള്ളൊരു ചിത്രം നിനക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു തന്ന് ഇവരെ പോലുള്ള മുതിർന്ന ആൾക്കാർ പറഞ്ഞു തന്നുകൊണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയും, അങ്ങനെ ഞാൻ ദീപികയിൽ ഈ ചിത്രം കൊടുത്തിട്ട് ഞാൻ തിരിച്ച് മാതൃഭൂമി ഓഫീസിൽ വന്നു. അതിന് ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പം ഗോപാലൻ സാർ എന്നെ വിളിക്കുന്നു. ഉണ്ണി,
താങ്കൾക്ക് ദീപികയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എവിടെയാണേലും ജോലി ചെയ്യണം, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ഊഴം ദീപികയായി. ദീപികയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് വാജ്പേയിയുടെ ഭരണകാലമാണ്. വാജ്പേയിയുടെ ഒത്തിരി വാജ്പേയിയുടെ നല്ല ചിത്രങ്ങൾ ദീപിക ഫ്രണ്ട് പേജ് യൂസ് ചെയ്തിട്ടുണ്ട്. വാജ്പേയി ഗോൾഗപ്പ കഴിക്കുന്നു, വാജ്പേയി മറ്റേ ചെടി നടുന്നു, അങ്ങനെ വ്യത്യസ്തമായ കുറേ ചിത്രങ്ങൾ ദീപികയുടെ സമയത്ത് സമ്മാനിക്കാൻ സാധിച്ചു. 96 മുതൽ 2000 വരെയാണ് ഞാൻ ദീപികയിൽ വർക്ക് ചെയ്തത്. ദീപികയിൽ ഞാൻ ജോലിക്ക് പ്രവേശിച്ചതിൻ്റെ 96 വാജ്പേയി മന്ത്രിസഭ അധികാരമേൽക്കുകയും ഭൂരിപക്ഷം തെളിയിക്കാതെ 13 ദിവസം വാജ്പേയി രാജിവെക്കേണ്ടതും വന്നു. ആ സമയത്ത് പാർലമെൻറ്റിലുണ്ടായ കലഹങ്ങളും ബഹളങ്ങളും കുറച്ച് ദിവസങ്ങൾ മുഴുവൻ ആ ഒരു അന്തരീക്ഷമായിരുന്നു പാർലമെൻറ്റിൽ. 13ാമത്തെ ദിവസം വാജ്പേയി രാജിക്ക് വേണ്ടി പാർലമെൻറ്റിൽ നിന്ന് ഇറങ്ങി നേരെ രാഷ്ട്രപതി ഭവനിലെത്തുന്നു. രാഷ്ട്രപതി ഭവനിൽ രാജി സമർപ്പിച്ച ശേഷം അദ്ദേഹം പുറത്തു വന്ന് മാധ്യമപ്രവർത്തകരെ കാണുന്നു. ആ ചിത്രങ്ങളൊക്കെയാണ് അന്ന് ദീപികയ്ക്ക് വേണ്ടി നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ദീപികയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദാദ്രി വിമാനാപകടം. ഡൽഹിയിൽ നിന്നും പുറപ്പെട്ട സൗദി വിമാനവും കസാക്കിസ്ഥാനിൽ നിന്ന് പുറപ്പെട്ട വിമാനവും തമ്മിൽ ഹരിയാനയിലെ ദാദ്രിയിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. 96 നവംബർ 12-നാണ്. അന്നേ ദിവസം നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാൻ പറ്റിയില്ല. പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞാണ് നമ്മൾ ആ സ്പോട്ടിലെത്തുന്നത്. അവിടെ എത്തുമ്പോൾ വലിയൊരു കൃഷിസ്ഥലമാണ്. കൃഷിസ്ഥലം ഏതാണ്ട് കൃഷിക്ക് വേണ്ടി ഒരുക്കിയിട്ടിരുന്ന സ്ഥലത്താണ് ഈ 2 വിമാനങ്ങളും കൂട്ടിയിടിച്ചത്. വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളും മൃതശരീരത്തിൻ്റെ ചെറിയ പീസുകളുമൊക്കെ അവിടെ കിടപ്പുണ്ട്. ബാക്കി കംപ്ലീറ്റ് ബോഡികളെല്ലാം ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അവിടുത്തെ ചിത്രം എടുത്ത ശേഷം അവിടുന്ന് നമ്മൾ നേരെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അവിടെ ചെല്ലുമ്പോൾ കണ്ട കാഴ്ച ഒരു ഭയാനക കാഴ്ചയായിരുന്നു. കാരണം മുറിക്കുള്ളിൽ മൃതദേഹങ്ങളിങ്ങനെ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ നിരത്തിയിട്ടിരിക്കുന്നു. കുറേ പീസായ, അതായത് അവയവങ്ങൾ മുറിഞ്ഞുപോയ കുറേ അവയവങ്ങൾ കൂടുകളിൽ കെട്ടി വെച്ചിരിക്കുന്നു. ഇതാണ് അവിടെ കാണാൻ സാധിച്ചത്. ആ സമയത്ത് അവിടെ ഒരു മലയാളി കുടുംബം വല്ലാതെ ബുദ്ധിമുട്ടി കരയുന്നുണ്ടായിരുന്നു. അവരോട് വിവരങ്ങൾ ചോദിച്ചപ്പോൾ അവരുടെ മകളെ നഷ്ടപ്പെട്ട് ആ വിഷമത്തിൽ ആണ് അവർ ആ ബോഡി പോലും കണ്ടു കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അവരോടൊപ്പം ഞങ്ങളും അവരുടെ മകളുടെ ബോഡി തപ്പാൻ വേണ്ടി ഞങ്ങളും അവരുടെ കൂടെ കൂടി. ഈ പ്ലാസ്റ്റിക് കെട്ടിവെച്ചിരുന്ന ഒരു കവറിൽ ഒരു സ്വർണത്തിൻ്റെ തിളക്കമെന്ന് പറയാൻ പറ്റില്ല, കരിഞ്ഞിരിക്കുന്ന അതൊരു സംശയം തോന്നി. ഒരു കൈപ്പത്തിയായിരുന്നു ആ കൈപ്പത്തി. നമ്മൾ അത് തൂത്ത് തുടച്ച് നോക്കിയപ്പം ആ കുട്ടിയുടെ വിവാഹമോതിരമായിരുന്നു ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോഴാണ് മനസ്സിലായത് അത് ആ കുട്ടിയുടേതാണ്. കുടുംബം ഭയങ്കര രീതിയിൽ വാവിട്ട് കരഞ്ഞു. ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിക്കുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. ആ വിമാനാപകടത്തിൽ ഏതാണ്ട് 37ഓളം മലയാളികളാണ് മരണപ്പെട്ടത്. ഉറ്റവരെ നഷ്ടപ്പെട്ടവരായ കുറേ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം മൃതദേഹങ്ങൾ തിരയുന്ന തിരക്കിലായിരുന്നു. പല മൃതദേഹങ്ങളും കണ്ടാൽ തിരിച്ചറിയില്ല, ആ അവസ്ഥയിലേക്കായിപ്പോയിരുന്നു. കാരണം അത്ര വികൃതമായ രീതിയിൽ കരിഞ്ഞ് ഒന്നും കണ്ടാൽ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന, അതായത് നമുക്കത് കണ്ട് സഹിച്ച് നിൽക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷമായിരുന്നു ആ ഹോസ്പിറ്റലുണ്ടായിരുന്നത്. അതിനുശേഷം ഡൽഹിയിലുണ്ടായ മറ്റൊരു ദുരന്തം 97 ഉപഹാർ സിനിമയ്ക്ക് തീപിടുത്തമുണ്ടായതാണ്. അത് ഏതാണ്ട് 4:45 തിയേറ്ററിന് തീ പിടിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ടായിരുന്നു എന്നാണ് പിന്നീടുള്ള വിവരം. അതിലേണ്ട 57ഓളം ആൾക്കാർ മരിച്ചു. നമ്മളവിടെ എത്തുമ്പോൾ പുക നിറഞ്ഞ് നിൽക്കുന്ന അന്തരീക്ഷം, ബോഡികൾ സ്ട്രെച്ചറിലേക്ക് മാറ്റുന്നു, ആംബുലൻസ് പായുന്നു. ആകെ വല്ലാത്തൊരു അപകടം നടന്ന സ്ഥലത്തെ അന്തരീക്ഷത്തേക്കായി കൂടുതൽ. അതായത് കാരണം അവിടെ ഈ പുകയും ജനങ്ങളുടെ കരച്ചിലും ബഹളവും ആകെ നമുക്ക് കണ്ടാൽ നമ്മുടെ മനസ്സ്
കലങ്ങുന്ന രീതിയിൽ ആ രീതിയിലേക്കൊരു ഒരു 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 സംഭവമാണ് നമുക്കത് കാണാൻ സാധിച്ചത്. ഞാൻ ജസ്റ്റ് ഓഫീസിലിരിക്കുമ്പോഴാണ് ഈ സംഭവം അവിടെ ഉണ്ടാകുന്നത്. പക്ഷേ നമുക്ക് വിവരം കിട്ടിയ ഉടനെ നമ്മൾ അവിടുന്ന് പുറപ്പെടുകയായിരുന്നു. അന്നത്തെ സാഹചര്യത്തിൽ ടാക്സി എടുത്തൊന്നും പോരിച്ച് നടക്കിയാൽ നമ്മൾ ഓട്ടോ പിടിച്ചാണ് ആ സ്ഥലത്തെത്തിയത്. എത്തിയപ്പോഴത്തേയുള്ള ഈ 57 പേരുടെ മരണമെന്ന് പറയുന്നത് 100ഓളം പേർക്ക് പരിക്ക് പറ്റി. 57 പേരുടെ മരണമെന്ന് പറയുന്നത് തന്നെ അവിടുന്ന് വളരെ അടുത്താണ് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും സബ്ദർജംഗ് ഹോസ്പിറ്റലും. ഈ 2 ഹോസ്പിറ്റലുകളിലേക്കാണ് ബോഡികൾ കൊണ്ടുപോയത്. നമുക്ക് ബോഡികൾ സ്ട്രക്ചറിൽ കയറ്റുന്നതും അങ്ങനെ വ്യത്യസ്തമായ ഒത്തിരി ചിത്രങ്ങൾ എടുക്കാൻ സാധിച്ചു. പക്ഷേ ചിത്രങ്ങൾ എടുത്തെങ്കിലും പല ചിത്രങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള രീതിയായിരുന്നു. കാരണം തീപിടുത്തത്തിൻ്റെ കത്തിക്കരിഞ്ഞ ചിത്രങ്ങളെന്ന് പറയുന്നത് കൂടുതലും പത്രങ്ങളിൽ ഉപയോഗിക്കാറില്ല. വളരെ വിരളമായിട്ടേ അങ്ങനത്തുള്ള ചിത്രങ്ങൾ ഉപയോഗിക്കുള്ളൂ. ഒന്നിൽ തുണിയിട്ട് മൂടിയതോ അങ്ങനത്തുള്ള ചിത്രങ്ങൾ. ഇത് ഭീകരാവസ്ഥ നിറഞ്ഞൊരു അന്തരീക്ഷത്തിലാണ് ഉപകാർ സിനിമ തിയേറ്ററിൻ്റെ തീപിടുത്തം. അവിടെ അന്ന് ബോർഡർ എന്ന സിനിമ ഓടിക്കൊണ്ടിരിക്കുക. 2:10 ഷോ തീരാറായ സമയമായിരുന്നു. 4:45 ഈ സംഭവം നടക്കുമ്പം. അപ്പോൾ ആ സിനിമ ഏതാണ്ട് തീരാറായ സമയത്താണ് ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുകയും ഈ ഭീകരമായ തീപിടുത്തം ഉണ്ടാകുകയും ഈ 57ഓളം പേര് മരിക്കുകയും 100 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തത്. അമേരിക്കയെ ഇനി ടെലിവിഷനിലൂടെയല്ല നേരിൽ തന്നെ കാണാം. സഞ്ചാരം ഒരുക്കുന്ന 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അവിസ്മരണീയ യാത്ര. വണ്ടേഴ്സ് ഓഫ് USA. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് തുടങ്ങി ലോസ് ഏഞ്ചലസ്, ലാസ് വേഗാസ്, നയാഗ്ര ഫാൾസ്, വാഷിംഗ്ടൺ DC എന്നിവിടങ്ങളെല്ലാം പിന്നിട്ട് ന്യൂയോർക്കിൽ സമാപിക്കുന്ന ദീർഘമായൊരു അമേരിക്കൻ സഞ്ചാരം. അത്ഭുതകരമായ കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കുമുള്ള യാത്ര കൂടിയാണിത്. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്, ഫിഷർമാൻസ് വാർഫ്, യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം, ഹോളിവുഡ് സൈൻ, ലാസ് വേഗാസ് എന്ന ഉല്ലാസ നഗരം, ഗ്രാൻഡ് കാനിയൻ, ഹൂവർ ഡാം, നയാഗ്ര ഫാൾസ്, വൈറ്റ് ഹൗസ്, 9/11 മെമ്മോറിയൽ തുടങ്ങി നൂറുകണക്കിന് കാഴ്ചകൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതായിരിക്കും ഈ അമേരിക്കൻ സഞ്ചാരം. US വിസയുള്ളവർ ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും ഉടൻ വിളിക്കൂ. ഫോൺ 7591966000. സന്ദർശിക്കൂ sanjaram.com. ദീപികയിൽ നിന്നും ഞാൻ 2000 ഒക്ടോബറിലാണ് മാതൃഭൂമിയിലേക്ക് തിരിച്ചു വന്നത്. അത് എന്നെ മാതൃഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അന്നത്തെ മാതൃഭൂമി എഡിറ്റർ K. ഗോപാലകൃഷ്ണൻ സാറാണ്. രണ്ടാമത് തിരിച്ചു വന്നിട്ട് ആദ്യത്തെ അസൈൻമെൻറ്റ് ആഗ്ര സമ്മിറ്റായിരുന്നു. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നടന്ന ഉച്ചകോടി പാകിസ്ഥാൻ പ്രസിഡന്റ് മുഷാറഫും ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയും പങ്കെടുത്ത കരാറാണ് ആഗ്ര സമ്മിറ്റ്. അതിന് ഒരാഴ്ച മുമ്പേ ഞാൻ ആഗ്രയിൽ പോയി ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ കവർ ചെയ്യാൻ വേണ്ടി. മാതൃഭൂമിക്ക് കിട്ടിയ 2-3 വ്യത്യസ്തമായ ചിത്രങ്ങൾ അതിലുണ്ട്. ആഗ്ര താജ്മഹലിൻ്റെ ഫ്രണ്ടിൽ പുല്ലുകൾ ചെത്തി ഒരുക്കുന്ന ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട പ്രായമുള്ള വ്യക്തി. അദ്ദേഹം ഈ മിഷൻ ഉപയോഗിച്ച് പുല്ലുകൾ ചെത്തി വൃത്തിയാക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ താജ്മഹലും ഇദ്ദേഹം പുല്ല് ചെത്തി ഒരുക്കുന്നതാണ് എൻ്റെ ആദ്യത്തെ ചിത്രം. അതിനുശേഷം രണ്ടാമത് ദർഗ. അന്നത്തെ ഒരുക്കങ്ങളുടെ എടുക്കാൻ അന്നത്തെ ദിവസം തന്നെ ദർഗയിൽ പോയി. ദർഗയിൽ മുഷാറഫ് എത്തുന്നുണ്ടെന്ന് പറഞ്ഞ് ദർഗയിലെ സെക്യൂരിറ്റി, ദർഗയ്ക്കകത്തെ ഒരുക്കങ്ങൾ, ഇതെല്ലാം എനിക്ക് കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ആഗ്ര സമ്മിറ്റ് വരുന്നത്. ആഗ്രയിലേക്ക് രണ്ടാമത് പോകുന്നു. ഈ രണ്ടാമത് പോകുമ്പം ബൈ കാറിലാണ് പോകുന്നത്. ഡൽഹിയിൽ നിന്ന് ബൈ കാറിൽ എൻ്റെ ബ്യൂറോ ചീഫ് ബി ബസന്ത്, അങ്ങനെ 2 റിപ്പോർട്ടർമാരും ഞാനുമാണ് അവരോടൊപ്പം യാത്ര ചെയ്തത്.
ആഗ്രയിലെത്തി പിറ്റേ ദിവസം രാവിലെ മുഷാറഫും പ്രധാനമന്ത്രി എ.ബി. വാജ്പേയിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ്. ആ ചിത്രം എടുത്ത് മീഡിയ സെൻറ്ററിൽ പോയി അത് ഫയൽ ചെയ്തു. ഫയൽ ചെയ്തതിന് ശേഷം അന്ന് ചർച്ചകൾ മാത്രമേ ഉള്ളൂ. അന്ന് മറ്റ് ഫോട്ടോ ഓപ്പർച്യൂണിറ്റി പിന്നില്ല. രാവിലത്തെ ഈ ഫോട്ടോ ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് മുഷാറഫ് ഒരു പക്ഷേ താജ്മഹൽ കാണാൻ പോകും. അപ്പോൾ താജ്മഹൽ കാണാൻ പോവുകയാണെങ്കിൽ നമുക്ക് വ്യത്യസ്തമായൊരു പടം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ താജ്മഹലിൻ്റെ ഫ്രണ്ടിൽ പോയി വളരെ നേരം കാത്തു നിന്നു. ഞാനും ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ വേറെ ചില പത്രങ്ങളിലെ ഫോട്ടോഗ്രാഫർമാരും ഉണ്ടായിരുന്നു. പക്ഷേ മുഷാറഫ് അന്ന് താജ്മഹലിൽ വന്നില്ല. പിറ്റേ ദിവസവും ഇതിൻ്റെ കാത്തിരിപ്പാണ്. കാരണം ഈ ഒരു ചിത്രം നമ്മളെ സംബന്ധിച്ച് മുഷാറഫ് താജ്മഹലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊരു ചിത്രം കിട്ടുക, അത് മുഷാറഫിൻ്റെ പത്നിയും കൂടെയുണ്ട്, അങ്ങനെ ഒരു ചിത്രം കിട്ടുക, അതൊരു വ്യത്യസ്തമായ ചിത്രമായിരിക്കുമല്ലോ എന്നുള്ളതാണ് പിറ്റേ ദിവസം. ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ച് ചില അസൈൻമെൻറ്റുകൾക്ക് പോയാൽ മണിക്കൂറുകൾ ഇതിനു വേണ്ടി നമ്മൾ ഇരിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ നിൽക്കേണ്ടി വരുന്നു. ഇതെല്ലാം ഒരു ഫോട്ടോഗ്രാഫർക്ക് നേരിടുന്ന സാഹചര്യങ്ങളാണ്. ആ സാഹചര്യങ്ങൾ കൊണ്ടാണ് ചിലപ്പോൾ നല്ല പടങ്ങൾ കിട്ടും, ചിലപ്പം പടങ്ങൾ കിട്ടില്ല, ഇതൊക്കെ സംഭവിക്കുന്നത്. പിറ്റേ ദിവസം ഏതാണ്ട് 4 മണിയോടുകൂടി മുഷാറഫും ഭാര്യയും താജ്മഹൽ കാണാൻ വന്നു. സെക്യൂരിറ്റി ലിമിറ്റഡൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ കുറച്ച് പേരെ അലോ ചെയ്തു. ഇദ്ദേഹം താജ്മഹലിൻ്റെ ഫ്രണ്ടിൽ വൈഫുമായിട്ട് ഇരിക്കുന്നു. അത് കഴിഞ്ഞ് വൈഫുമായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നു. ഈ താജ്മഹൽ കണ്ടപ്പം ഇദ്ദേഹം 2 കൈയും കൂപ്പിയിട്ട് ഇങ്ങനെ കൂവാണ്. ഈ താജ്മഹലിൻ്റെ ലെവലിൽ നോക്കിയിട്ട് ഇദ്ദേഹം കൂവാണ്. ആ ചിത്രം അത് ഒരു പക്ഷേ വളരെ കുറച്ച് പേർക്ക് മാത്രം കിട്ടിയൊരു ചിത്രമാണ്. ആ ചിത്രം നമ്മളെ സംബന്ധിക്കുന്ന താജ്മഹലിൻ്റെ മുന്നിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ ഉറക്ക കൂവുന്നൊരു ചിത്രം. അതൊരു വിഷ്വലായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരുന്നു മനസ്സിലപ്പം നമ്മൾ ആഗ്രഹിച്ചു പോയി. ഒരു വീഡിയോഗ്രാഫർ അത് വീഡിയോ എടുക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അതിനൊരു നമ്മുടെ ചിത്രത്തേക്ക്, നമ്മുടെ സ്റ്റിൽ ആകുമ്പോഴും ഒരു വീഡിയോ ആകുമ്പോഴും രണ്ടും വ്യത്യസ്തതയാണ്. അപ്പം മനസ്സിൽ ഓർത്ത് ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു, അത് ആ ഒരു സംഭവം മനസ്സിലിങ്ങനെ. അപ്പോൾ ഈ ചിത്രം പിറ്റേ ദിവസം മാതൃഭൂമി നന്നായി കൊടുത്തു. അകത്തെ പേജിലാണ് കൊടുത്തതെങ്കിലും നന്നായി കൊടുത്തു. കാരണം ഫ്രണ്ട് പേജിൽ വേറെ ചിത്രം വന്നുകൊണ്ട് അകത്തെ പേജിൽ ആ ചിത്രം ഉപയോഗിച്ചു. 2 ദിവസത്തെ ആഗ്ര സമ്മിറ്റായി 2ാമത്തെ ദിവസം തിരിച്ച് നമ്മൾ ഡൽഹിക്ക് മടങ്ങി. അടുത്ത അസൈൻമെൻറ്റായിട്ട് ഞാൻ പോയത് അലഹബാദ് കുംഭമേളയാണ്. അലഹബാദ് കുംഭമേള എന്ന് പറഞ്ഞാൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന മേളയാണ്. ദിവസങ്ങളോളം അലഹബാദിൽ ട്രെയിൻ ഇറങ്ങി ഈ കുംഭമേള നഗരിയിലേക്ക് അങ്ങ് എത്തിപ്പെടാൻ പറ്റുകയില്ല. കുറച്ച് സ്ഥലം ഓട്ടോയിൽ പോയി, അവിടുന്ന് നടന്നുപോയി. അങ്ങനെ ഒരു ടെൻറ്റ്, UP സർക്കാരിൻ്റെ ഒരു ടെൻറ്റ് ഹൗസിലാണ്, ടെൻറ്റ് ഹൗസ് എന്ന് പറയാം, 2 ബെഡിട്ട് ഒരു ടെൻറ്റ് ഹൗസിലാണ് നമ്മൾ താമസിച്ചത്. ഭയങ്കരമായ തണുപ്പ്, ഭീകരമായ തണുപ്പ്, സഹിക്കാൻ വയ്യാത്ത തണുപ്പ്. ആ തണുപ്പിൽ ഈ നാഗസന്യാസിമാർ, നമ്മൾ ചെന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെ നാഗസന്യാസിമാരുടെ ഒരു ഘോഷയാത്രയുണ്ടെന്ന് പറഞ്ഞു. അത് ഒരു വ്യത്യസ്തമായ, നമ്മൾ നാഗസന്യാസിയെ കണ്ടിട്ടില്ല. അപ്പോൾ നാഗസന്യാസികളെ ഒന്ന് കണ്ടു കളയാമല്ലോ എന്ന് വിചാരിച്ച് ഈ നാഗസന്യാസികളുടെ ചിത്രം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. ഏതാണ്ട് 3-3:30 ആയ സമയമായപ്പം ഇവരുടെ ഒരു ഘോഷയാത്ര, ശൂലമൊക്കെ പിടിച്ച് പകുതി കൂടുതൽ ആൾക്കാരും നഗ്നരായിട്ട് ഇവരുടെ ഘോഷയാത്ര വരെ ചെണ്ടമേളത്തിൻ്റെയൊക്കെ അകമ്പടിയോടുകൂടി ഘോഷയാത്ര വരികയാണ്. ഈ ഘോഷയാത്രയുടെ ചിത്രം ഞാൻ എടുത്തു. ആ ചിത്രം പിറ്റേ ദിവസം മാതൃഭൂമിയിൽ ഏതാണ്ട് 6 കോളം ചിത്രം വലുതായി വന്നു. ഈ ചിത്രം വന്നതിനെക്കുറിച്ച് ഒത്തിരി ക്രിറ്റിസിസം ഉണ്ടായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നാഗസന്യാസിമാരിങ്ങനെ തുണി ഉടുക്കാതുള്ള ചിത്രം മാതൃഭൂമി എങ്ങനെ പബ്ലിഷ് ചെയ്തു എന്നൊക്കെ പറഞ്ഞൊരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അതിനുശേഷം ഞാനവിടെ കുറേ ദിവസങ്ങൾ അവിടെ ഈ കുംഭമേള നഗരിയിലുണ്ടായിരുന്നു. കുംഭമേള നഗരിയിൽ നിന്ന് എനിക്ക് വ്യത്യസ്തമായ ഒരു ചിത്രം കിട്ടിയത് ഒരു നാഗസന്യാസി ലേഡിയാണ്. അത് നാഗസന്യാസിനി എന്ന് പറയണം, നാഗസന്യാസിനി. അവർ കഞ്ചാവ് പോലത്തെ സാധനം ഉപയോഗിക്കുന്നതാണ് എൻ്റെ ആ ചിത്രം. ആ ചിത്രത്തിന് എനിക്ക് അവാർഡ് കിട്ടിയ ചിത്രമാണ്. എനിക്ക് ഓൾ കേരള ഫോട്ടോഗ്രാഫി അവാർഡ് കിട്ടി. ഒരു ഫോറിൻ ലേഡി തൻ്റെ ശരീരത്ത് മുഴുവൻ ന്യൂഡായതിനു ശേഷം നമ്മുടെ ശരീരത്ത് മുഴുവൻ ഈ മണ്ണ്, ഗംഗയിലെ മണ്ണ് വാരി പൊത്തി
ആ ചിത്രവും നമുക്ക് പത്രത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ചിത്രങ്ങളല്ല. അങ്ങനത്തെ വിവിധ രീതിയിലുള്ളതും വിവിധ ആചാരപ്രകാരമുള്ളതും അങ്ങനെ ഞാൻ ഏതാണ്ട് ശിവരാത്രിക്ക് ഗംഗ, യമുന, സരസ്വതി 3 നദികളും യോജിക്കുന്ന ആ സംഗമസ്ഥലത്ത് ഭക്തജനങ്ങൾ വന്നിട്ട് ശിവലിംഗം ഉണ്ടാക്കി അതിൽ നമസ്കരിക്കുന്ന ഒരു സിസ്റ്റം അവിടെയുണ്ട്. നമുക്കറിയില്ലായിരുന്നു. നമ്മൾ ചോദിച്ചറിഞ്ഞാണ് ആ സ്ഥലം കണ്ടുപിടിച്ചത്. ആ സ്ഥലത്ത് പോയപ്പം ഈ ശിവലിംഗം ഈ വെള്ളത്തിൽ തന്നെ മണ്ണ് വാരി ശിവലിംഗം ഉണ്ടാക്കിയിട്ട് അതിൽ നമസ്കരിക്കുകയാണ്. ആ ചിത്രം മാതൃഭൂമി ഫ്രണ്ട് പേജ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ ചിത്രങ്ങൾ അയക്കാൻ ഒരു ദിവസം ഒരു ചിത്രം അയക്കാൻ നമ്മൾ ഈ കളർ ഫിലിം എടുത്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ഏതാണ്ട് 7 കിലോമീറ്റർ നമ്മൾ നടന്ന് വേണം ടൗണിലെത്താൻ. ടൗണിൽ മാത്രം എത്തിയാൽ പോരാ, ടൗണിലെത്തി ഈ ഒരു കളർ ലാബ് തപ്പി പിടിച്ച് ഈ ഫിലിം വാഷ് ചെയ്ത് അത് പ്രിൻ്റ് അടിച്ച് ആ പ്രിൻ്റ് എവിടെയാണോ ഹോട്ട്മെയിൽ, അതായത് ഇമെയിൽ സംവിധാനം, ഇമെയിൽ ആയില്ല ഇപ്പോൾ ഇത് ഹോട്ട്മെയിലേ ആയിട്ടുള്ളൂ, ആ സംവിധാനം ഉള്ളത് എവിടെയാണോ അവിടെ എത്തി ഈ ഫോട്ടോ സ്കാൻ ചെയ്യിച്ച് ഈ ചിത്രങ്ങൾ അയച്ച് ഈ ക്യാപ്ഷൻ, അന്ന് നമ്മുടെ കയ്യിലുള്ളത് പേജറാണ്, മൊബൈലില്ല, പേജർ യൂസ് ചെയ്യാൻ. അതായത് എന്തെങ്കിലും മെസ്സേജ്, കൂടുതലായിട്ട് മെസ്സേജ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, സിമ്പിൾ മെസ്സേജുകൾ അത് കൊടുക്കാൻ നമുക്ക് പറ്റും. അങ്ങനെ ഈ പടം അയച്ചിട്ട് തിരിച്ച് ഈ കുംഭമേള നഗരിയിലെത്തിയാൽ അവിടെ എൻ്റെ റിപ്പോർട്ടർ ബസന്ത് ഉണ്ടാവും. അപ്പോൾ ബസനോട് പറയും, ബസന്ത് ഇന്നൊക്കെയാണ് ക്യാപ്ഷൻ. ബസന്ത് അത് ക്യാപ്ഷനുകളൊക്കെ അയച്ചു കൊടുത്തും അങ്ങനെയൊക്കെയാണ് കുംഭമേള നഗരിയിൽ നിന്ന് ഞാൻ ജനുവരി 26 അന്ന് ഉച്ചയ്ക്കത്തെ ട്രെയിനിലാണ് ഞാൻ ഡൽഹിയിൽ തിരിച്ചെത്തുന്നത്. നമ്മൾ ആ കാറിൽ ഇറങ്ങുമ്പം തന്നെ ഒരു കുട്ടിയുടെ കരച്ചിലാണ് നമുക്ക് കേൾക്കുന്നത്. പപ്പാ, മമ്മി, മേരക്കോ ബച്ചാവോ, എന്നെ രക്ഷിക്കൂ എന്നൊരു കുട്ടി നിലവിളിക്കുന്ന സൗണ്ടാണ്. ഞാൻ അവിടെയുള്ള പലരോടും ചോദിച്ചു എന്താണ് സംഭവം. അപ്പോൾ അവർ പറഞ്ഞു, ഈ ബിൽഡിങ്ങിൻ്റെ അടിയിൽ ഈ 6 നില കെട്ടിടമാണ്, അത് മൊത്തം തകർന്ന് തരിപ്പണമായി കിടക്കുക. അതിൻ്റെ അടിയിൽ ഏതോ ഒരു സ്ലാബ് പില്ലറിൻ്റെ ഇടയ്ക്കൊരു കുട്ടി കിടപ്പുണ്ട്. ആ കുട്ടിയുടെ നിലവിളിയാണ്.